ഈ ഒരു രണ്ടാവശ്യമില്ല, ഞാൻ മാക്സിൻ്റെ ബ്രാൻഡിൽ നിന്ന് വാങ്ങിയതാട്ടോ മോക്ക്. അപ്പോൾ അതിൻ്റെ സൈസ് ഫസ്റ്റ് ഞാൻ സൈസ് റീറോങ് ആയിട്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ വീണ്ടും അത് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ സൈസ് മാറി വന്നതാട്ടോ ആ രണ്ട് നൈറ്റീസ്. അപ്പോൾ രണ്ടാമത്തതുണ്ടല്ലോ, രണ്ടാമത്തെ ഒരു ഹാൻഡ് മെയ്ഡ് ഇങ്ങനത്തെ ഒരു ഡയറി ഞാൻ കുറേ ആയി വിചാരിക്കണം. അങ്ങനെ ഫൈൻഡ് ചെയ്ത് അവസാനം ഞാൻ അത് കണ്ടുപിടിച്ച് ഫൈൻഡ് ചെയ്തിട്ടാണ്. അത് എനിക്ക് ഭയങ്കര ഞാൻ കുറേ നോട്ട് പുസ്തകം, നമ്മളെ ലക്ഷ്യങ്ങൾ, നമ്മളെ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഞാനിങ്ങനെ ഒരു നോട്ട് പുസ്തകത്തിലാക്കി എഴുതി വെക്കും കേട്ടോ. പക്ഷെ അതൊന്നും ഒരു സേഫ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ, പക്ഷെ അത് എല്ലാവരും എന്താണ് കൊണ്ടുവന്ന് വായിക്കുക, എല്ലാവരും ഇത് കാണ്ടോലൊക്കെ എടുത്ത് വായിക്കുക. അപ്പം ഇങ്ങനത് വിളിച്ച് പറയുക, അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഡയറി കുറേ ആയി വിചാരിക്കണം. അങ്ങനെ വിചാരിച്ച് ഫൈനലി അവസാനം ഞാനിത് ഫൈൻഡ് ചെയ്ത് കണ്ടെത്തി എടുത്തിട്ട്, അങ്ങനത്തെ ഒരു ഹാൻഡ് മെയ്ഡ് ഡയറിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം പോയി ഓർഡർ ചെയ്തോളൂ. നല്ല പക്കാ സാധനമാണ് കേട്ടോ. ഹാൻഡ് മെയ്ഡ് ഡയറിയാന്ന് പോലും പറയൂല. ഇതിന് ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ലോക്കുള്ളൊരു പുസ്തകമൊക്കെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് എന്താ പറയുക, നമ്മൾ എഴുതി വെച്ച ശേഷം നമുക്ക് ഇതന്നെ ലോക്ക് ചെയ്ത് നമുക്കിത് എവിടെ നമുക്ക് വെച്ചിട്ട് സേഫായിട്ട് എവിടെയെങ്കിലും നമുക്ക് പോവട്ടെ, എവിടെയും നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാതെ നമ്മൾ റൂമിൽ തന്നെ എവിടെയും സേഫായിട്ട് വെച്ചിട്ട് ആരും വായിക്കൂല. അങ്ങനെ പേടിയുള്ളവരൊക്കെ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കോളി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ വിട്ടുതരാം കേട്ടോ. ലിങ്ക് ഞാൻ അതിൽ എന്താണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഡയറി കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇന്നെപ്പോലത്തെ ഉള്ളവരൊക്കെ ഉള്ള പേടിയുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങനത്തെ വാങ്ങിച്ചോളി. ഞാനും വായിക്കാനും നിൽക്കില്ല. നമ്മളെ സീക്രട്ട് കാര്യങ്ങൾ നമുക്ക് തന്നെ പ്രൈവസി ആയിട്ട് വെക്കാൻ പറ്റിയൊരു സാധനം കേട്ടോ ഇത്. അങ്ങനെ ഞാനിത് നിങ്ങൾക്ക് നല്ല ഡയറി അല്ലേ, പക്ഷേ ഇത് നമ്മൾ റെഡിമെയ്ഡാണെന്നല്ല പറയുള്ളൂ, ഹാൻഡ് മെയ്ഡാന്ന് പറയുള്ളല്ലോ. അതെൻ്റെ ലുക്ക് അത്രത്തോളം നീറ്റ്നെസ്സും ലുക്കൊക്കെ നല്ല അടിപൊളിയല്ലേ. അങ്ങനെ പിന്നെന്താ ഇത് ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ, എങ്ങനെ അത് ക്ലോസ് ചെയ്യണത്, എങ്ങനെ നമ്മൾ ഇങ്ങനെ സേഫായി വെക്കേണ്ടതെന്ന്. പിന്നെ ഈ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ഇത് എന്താണ്, എൻ്റെ ഇവള് ഗൾഫ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഏട്ടത്തി അവൾ ഗൾഫ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് റിട്ടേൺ വന്നപ്പോൾ മൂക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാട്ടോ. ഫസ്റ്റ് തന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയലേ, ഒരു പാവക്കുട്ടി. പക്ഷെ ഇതന്നെ പണി. ആ കുട്ടീനെ കെട്ടിയ ശേഷം അതിൻ്റെ ഡ്രസ്സ് ഊരി കൊടുക്കുക, അതിനങ്ങോട്ട് ഇല്ലാതാക്കുക, അതിൻ്റെ ഉടുപ്പ് അയച്ചു കൊടുക്കുക, അതിൻ്റെ ഹെയർ ബാൻഡ് അയച്ചു കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് പരിപാടി ഇതായിരുന്നു പരിപാടി. രാവിലെ മുതൽ വൈകുന്നേരം വരെ കെട്ടിയ പാടെ കയ്യിൽ നിന്ന് വെക്കാതെ ഇതന്നെയായിരുന്നു. ഡ്രസ്സ് ഇട്ട് കൊടുക്കുക, താഴ്ത്ത മാറ്റി കൊടുക്കുക. ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് എന്തായാലും തീരുമാനം. അതിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. പിന്നെ മുടി വറന്നു കൊടുക്കുക. ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ പ്രായം എന്ന് പറഞ്ഞാൽ. പ്രായത്തിന് കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, പ്രായങ്ങളിൽ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതല്ലേ. എന്താ പറയുക, ഒരു ടൈം പാസ്. സ്കൂൾ തുറക്കാനായി, ജൂണിൽ ഫസ്റ്റ് തുറക്കും, അതുവരെ ഉള്ളൂ. സമയം കഴിഞ്ഞു. പിന്നെ ഓളെന്ത് ചെയ്തു, പിന്നെ കുറേ സ്റ്റേഷനറി ഐറ്റംസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ് 2 പെൻസിൽ ബോക്സ് കൊടുത്തിട്ടുണ്ട്, യെല്ലോ പെൻസിലിൻ്റെ. അതിലൊരു ബോക്സിൽ എനിക്ക് എത്ര തോന്നുന്നു അത്യാവശ്യം പീസ് ഉണ്ട് കേട്ടോ. എത്രയെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ 2 ബോക്സിലും 12 തോന്നുന്നുണ്ട്. അതൊരു 12 കൊടുക്കണം. പിന്നെ ഇങ്ങനത്തെ ഒരു കളറും പെന്നും പിന്നെ പെൻസില് അങ്ങനത്തെ എല്ലാം കൂടിയുള്ളൊരു സാധനം കേട്ടോ. പെൻസിലിൻ്റെ ബോക്സും അങ്ങനെ എല്ലാം കൂടിയുള്ളൊരു ഐറ്റം. അതേപോലെ എറേസറും ഷാർപ്പനറ്, അതേപോലെ ട്രാവലിൻ്റെ ഒരു പേഴ്സും എല്ലാം കൂടിയുള്ളൊരു ഐറ്റം കേട്ടോ. പിന്നെ 2 സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് 2 സ്റ്റിക്കർ, ലവ് ഷേപ്പിൻ്റെ സ്റ്റിക്കറും. പിന്നെ നമ്മളെ ഇപ്പം ട്രെൻഡിങ് ആയി നിൽക്കണം നമ്മളെ ലബൂബ് ഉണ്ടല്ലോ, ലബൂബ് ഇപ്പം ട്രെൻഡിങ് ആണെന്നറിയില്ല, ഒരു ടൈം ട്രെൻഡിങ് ആയിരുന്നു, അതിൻ്റെ സ്റ്റിക്കറും. അങ്ങനെ അതെല്ലാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ കുറച്ച് എറേസറുകളുണ്ട് കേട്ടോ. പിന്നെ ലവ് ഷേപ്പിൻ്റെ ഇതുണ്ട് കേട്ടോ, ലവ് ഷേപ്പിൻ്റെ സ്റ്റിക്കർ. അങ്ങനെ പിന്നെ 4-5 എറേസറും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സ്കൂൾക്ക് ആവശ്യമുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട് അവളധികം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക.